ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ബുദ്ധസഞ്ചാരി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്തോനേഷ്യയിൽ ബാലിയിൽ ഡെൻപസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വൈകിട്ടാണ് എത്തിയത്. ഇക്സിഗോയിൽ കുറേ തിരഞ്ഞ് റൂം ഒപ്പിച്ചായിരുന്നു. നല്ല സ്പേഷ്യസ് ആയ റൂമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ ഇവിടെ കിട്ടി കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈവ് പോർട്രേറ്റിസ്റ്റാന്ന് അറിഞ്ഞപ്പം ഒരാൾക്ക് ആളുടെ ഫേസ് ലൈവായിട്ട് വരയ്ക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. ലെംബോക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലൊരു സ്റ്റാഫാണ്. ഇവർ ഗ്രൂപ്പായിട്ടാണ് ഒരു ബിസിനസ് ടൂർ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നേക്കാണ്. Hello, this is my new friend from Indonesia. So we are traveling to his village area. So we can see lot of places there. The police. Yeah. Policeman. Yeah. This statue, okay. May freedom fighter or something. Yes. ഇതിൽ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു പെണ്ണിൻ്റെ പടം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണിത്. അപ്പോൾ പുള്ളി വരച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചായിരുന്നു. അപ്പം നല്ലൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഇതിനു വേണ്ടി ക്യാൻസൽ ചെയ്തിട്ട് ആളുടെ കൂടെ അങ്ങനെ ഇറങ്ങി. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ നാട്ടിലേക്ക് ഒരു 110 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ 3 വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്, കാറിലാണ്. ബ്രോയും കൂടി എൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ ഈ ബാലിയിലൊക്കെ സാധാരണ പോകുന്ന സ്ഥലങ്ങളല്ലാതെ ഉൾസ്ഥലങ്ങളുണ്ട്. ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ കൾച്ചറും അവരുടെ സ്റ്റോറിയും വ്യത്യസ്തമായുള്ള ക്ഷേത്രങ്ങൾ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ 2-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആളുടെ വീട്ടിലെത്തി. ഇനി നമ്മുടെ ആളുടെ വീട്ടിലുള്ള വിശേഷങ്ങളും ഗ്രാമങ്ങളിലെ കാഴ്ചകളും ക്ഷേത്രങ്ങളെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.